പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും 48ാമത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് സ്വാഗതം. നമ്മൾ 2021-24 ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഓരോ ദിവസമായിട്ട് ചർച്ച ചെയ്തിട്ട് പോകുന്നത്. ഇന്ന് 48ാമത്തെയാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. 48 ക്വസ്റ്റ്യൻ പേപ്പർ 48 എക്സാം എഴുതിയിട്ടുള്ള ഒരു പരിശീലനമായിരിക്കണം കേട്ടോ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. വരാൻ പോകുന്ന എക്സാമുകളിലെല്ലാം നെഗറ്റീവ് കുറയ്ക്കാനും നല്ല രീതിയിൽ മാർക്ക് ഹൈ സ്കോറിലേക്ക് എത്താനും ഒക്കെ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉപകാരപ്പെടും. നമുക്ക് 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ഗാർഗി ആനന്ദൻ. 2021 ഹരിവരാസനം പുരസ്കാരത്തിന് അർഹനായ ഗായകൻ 2021 ഗായകൻ ആരാണ്? വീരമണി രാജു. നെക്സ്റ്റ് 2019 ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? നമുക്ക് ഇനിയിപ്പോ ഈ വർഷം 2022, 23, 24 വർഷത്തെ നോക്കിയാൽ മതി. ഇത് അപ്പോഴത്തെ ആൻസർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. മൂന്നാമത്തെ പ്രഭാകരൻ അല്ലേ? ആരാണ്? പ്രഭാകരൻ. നെക്സ്റ്റ് 2020 പ്രകാശനം ചെയ്ത നീതിയുടെ ധീരസഞ്ചാരം എന്ന ജീവചരിത്രം ആരുടേതാണ്? നീതിയുടെ ധീരസഞ്ചാരം നമ്മൾ ഈ അടുത്ത് നടക്കുന്ന എല്ലാവരും നമ്മൾ പഠിച്ചു വരുന്നതാണ്. ജസ്റ്റിസ് ഫാത്തിമ ബീവി അല്ലെ? നീതിയുടെ ധീരസഞ്ചാരം ജസ്റ്റിസ് ഫാത്തിമ ബീവി. 2020 യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത്. യുനെസ്കോ ചെയർ പാർട്ണർ പദവി ലഭിച്ച കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ഏത് പഞ്ചായത്തിനാണ്? അഞ്ചാമത്തെ പരിയാരം. 2020 ഫെബ്രുവരിയിൽ ആദ്യമായി ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ച സംസ്ഥാനം. ഹോൺബിൽ ഫെസ്റ്റിവൽ ആഘോഷിച്ചത് ത്രിപുര. 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഇംഗ്ലീഷ് വിഭാഗത്തിൽ നേടിയത് ശശി തരൂർ. നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ചത് ഏത് സംസ്ഥാന സർക്കാരാണ്? സിയിലെ ആന്ധ്രാപ്രദേശ്. അതായത് ദ്വിമണ്ഡല സഭ അല്ലെ? ദ്വിമണ്ഡല സഭ എന്നത് എന്താണ്? കുറച്ച് 5-6 സംസ്ഥാനങ്ങൾക്കാണ് ഉള്ളത് അല്ലെ? അപ്പൊ എന്ത് ചെയ്യുന്നു? ആന്ധ്രാപ്രദേശ് അത് ഒഴിവാക്കാനായിട്ട് തീരുമാനിച്ചു. 2020 മാർച്ചിൽ മധ്യപ്രദേശിലെ ഭരണമാറ്റത്തിൽ മുഖ്യമന്ത്രിയായി നിയമിതരായത്. നമുക്കൊന്നും വേണ്ടാത്ത ഇല്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. അതായത് ശിവരാജ് സിംഗ് ചൗഹാൻ ആയിരുന്നു ആൻസർ. US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ. ഇത് ഇനി എന്തായാലും നമുക്ക് റിപ്പീറ്റേഷൻ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ? US കോർട്ട് ഓഫ് അപ്പീൽസിൽ ചീഫ് ജഡ്ജിയായി നിയമിതനായ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ ആരാണ്? ശ്രീനിവാസൻ. ഇന്ത്യയുടെ രേഖാംശ വ്യാപ്തി ഏകദേശം എത്ര ഡിഗ്രിയാണ്? രേഖാംശ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? എത്രയാണ്? 30. ഇന്ത്യൻ മാനക സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശ രേഖയെ അടിസ്ഥാനമാക്കിയിട്ടാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വരേഖാംശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള പർവ്വതനിര ഏതാണ്? പഴക്കമുള്ളത്? ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കു ഭാഗത്തുള്ള മലനിര 14ാമത്തെ കിഴക്കു ഭാഗത്തുള്ള മലനിര പൂർവഘട്ടം. അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ അടുത്ത് നടന്ന എക്സാമിനൊക്കെ ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. 15ാമത്തെ സി ആണ് അല്ലേ? മഹാനദി. നർമ്മദ, താപ്തി, പെരിയാർ, സിന്ധു ഇതൊക്കെ എന്താണ്? പടിഞ്ഞാറ് അറബിക്കടലിൽ പതിക്കുന്ന നദികളാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി ചെയ്യണം കേട്ടോ, ഒപ്പം ചെയ്തു വരണേ. ഏതാണ് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദി? ചിനാബ്. ഇന്ത്യയിലെ ശൈത്യകാലം ഡിസംബർ ഫെബ്രുവരി അല്ലേ? എപ്പോഴാണ്? ഡിസംബർ ഫെബ്രുവരി. നെക്സ്റ്റ് ഡിസംബർ ഫെബ്രുവരി. ഇന്ത്യയിലെ ഏറ്റവും ഉൽപാദനക്ഷമത കൂടിയ മണ്ണിനം ഏതാണ്? എക്കൽ മണ്ണ്. കോർബറ്റ് ദേശീയ പാർക്കിൽ പ്രധാനമായും ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടത്? ജിം കോർബറ്റ് നാഷണൽ പാർക്കില് ഏത് ജീവിയുടെ സംരക്ഷണമാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്? 19 അല്ലെ? കടുവ. വേഡന്തങ്കൽ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? വേഡന്തങ്കൽ തമിഴ്നാടു. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? രണ്ടാമത്തേത് ഫ്രാൻസിസ് അൽഫോൻസ ഡി
അൽബുക്കർക്ക് അല്ലെ രണ്ടാമത് വൈസ്രോയി ആണ്. ആദ്യത്തേത് ആരായിരുന്നു? അൽമേഡ അല്ലെ, ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആദ്യത്തേത്, രണ്ടാമത് അൽബുക്കർക്ക്. 1857 മഹത്തായ വിപ്ലവത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമൻ. ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപീകരിച്ചത്? റവന്യൂ ബോർഡ് രൂപീകരിച്ചത് 23 റവന്യൂ ബോർഡ് രൂപീകരിച്ചത് ചെയ്യാനുള്ള സമയം തരാണ് കേട്ടോ. വാറൽ ഹേസ്റ്റിംഗ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയ് വേദാന്ത കോളേജ് സ്ഥാപിച്ചത് എവിടെയാണ്? വേദാന്ത കോളേജ് സ്ഥാപിച്ചത് കൽക്കട്ട. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു. മഹാത്മാഗാന്ധി തന്റെ രാഷ്ട്രീയ പിൻഗാമിയായിട്ട് പ്രഖ്യാപിച്ചത് ആരെയാണ്? രാഷ്ട്രീയ പിൻഗാമിയായിട്ട് ജവഹർലാൽ നെഹ്റുവിനെ രാഷ്ട്രീയ പിൻഗാമി. ഗാന്ധിജി ചമ്പാരൻ സത്യാഗ്രഹം നടത്തിയ വർഷം 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനം അനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതി ആരായിരുന്നു? ഗ്യാനി ഗെയിൽ സിംഗ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എപ്പോഴാണ്? മൗലികാവകാശം നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്ത്. ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം സ്വത്തവകാശം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയിത്ത നിർമാർജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം 19-ാം അനുച്ഛേദം. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന് മുന്നിൽ തുല്യത എന്ന ഭരണഘടനാ തത്വങ്ങളിൽ ഇളവ് ലഭിക്കുന്നത് ആർക്കാണ്? ഇളവ് ലഭിക്കുന്നത് രാഷ്ട്രപതിക്ക് അല്ലെ. രാഷ്ട്രപതിക്കും ഗവർണർക്കും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ഇളവ് ലഭിക്കുന്നത് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രി. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ സി ജയന്തി പട്നായിക്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിന്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാട് താലൂക്ക്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ലക്കിടി അല്ലെ, വയനാട് ലക്കിടി. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ആദ്യത്തെ മിനി ജലവൈദ്യുത പദ്ധതിയായ മീൻവല്ലം ഏത് പുഴയിലാണ്? മീൻവല്ലം പ്രൊജക്ട് ഏത് പുഴയിലാണ്? തൂതപ്പുഴ. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല മണിയാർ, പത്തനംതിട്ട. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറോക്ക്, പാലക്കാട്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ AKG. സാമൂഹ്യ സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളി. ദേശസേവികാ സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്ന മാസികകൾ ആരംഭിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? പ്രബുദ്ധ കേരളം, അമൃതവാണി. ആഖമാനന്ദ സ്വാമി. തൂവയൽ പന്തികൾ എന്നറിയപ്പെടുന്ന കൂട്ടായ്മ സ്ഥാപിച്ചത്? തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ ആരാണ്? വൈകുണ്ഠ സ്വാമി. സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ്? സാരഞ്ജിനി പരിണയം. നോട്ട് ചെയ്യാനായിട്ട് അറിയാത്ത ക്വസ്റ്റ്യൻ ആണെങ്കിൽ നോട്ട് ചെയ്ത് വെക്കണം.
സാരഞ്ജിനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ്? നിങ്ങൾക്ക് അറിയുന്നുണ്ടോ? ഈ ക്വസ്റ്റ്യൻ ആൻസർ അറിയുന്നുണ്ടോ? ആരായിരിക്കും ഒന്ന് ഗസ് ചെയ്തേ? അയ്യത്താൻ ഗോപാലൻ. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. പഴശ്ശികലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായർ. പഠിക്കണം കേട്ടോ, അത് മനസ്സിലാക്കണേ. 58ാമത്തെ ക്വസ്റ്റ്യൻ. പഴശ്ശികലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ MT ആണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത കലാപത്തിൽ പങ്കെടുത്ത ഗോത്ര വിഭാഗക്കാർ കുറിച്യരും കുറുമ്പരും. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏതാണ്? മലയാളി മെമ്മോറിയൽ. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം 8. ശ്വാസകോശത്തെ പൊതിഞ്ഞു ഇരിക്കുന്ന ഇരട്ട സ്തരം പ്ലൂറ. ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ 17. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ട് കാണപ്പെടുന്ന സെറിബ്രത്തിന് താഴെ ഏതാണ്? സെറിബെല്ലം അല്ലേ? ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം സെറിബ്രം. കാൽമുട്ടിലെ അസ്ഥിയുടെ പേര് പാറ്റല്ല. ക്യാരറ്റിൽ ധാരാളമായിട്ടുള്ള ബീറ്റ കരോട്ടിൻ എവിടെ വെച്ചാണ് വിറ്റാമിൻ A ആയി മാറുന്നത്? എവിടെ വെച്ചിട്ടാണ് വിറ്റാമിൻ A ആയിട്ട് മാറുന്നത്? കരളിൽ വെച്ചിട്ടാണ്. അസ്ഥികളുടെയും പല്ലുകളുടെയും ആരോഗ്യകരമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ജീവകം C ആണ്, ജീവകം D. കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി അനുയാത്ര. ഹരിതഗൃഹ വാതകങ്ങൾക്ക് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ. ന്യൂക്ലിയസിനെ ചുറ്റി കറങ്ങുന്ന കണിക ഇലക്ട്രോൺ. ഇരുമ്പിന്റെ ധാതു ഹെമറ്റൈറ്റ്. കോൾ ഗ്യാസിൽ ഏറ്റവും കൂടുതലുള്ളത് B ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജന് കോൾ ചെയ്തു എന്നെങ്കിലും എന്താ ചെയ്യാ മനസ്സിലാക്കട്ടെ. ഹൈഡ്രജന് കോൾ ചെയ്തു. കോൾ ഗ്യാസിലെ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന സംയുക്തം വാഷിംഗ് സോപ്പ്. അവിടെ ഒരു പഴയ പരസ്യമില്ലേ, വാഷിംഗ് സോപ്പ് നിർമ്മ അല്ലേ? നല്ല രസമായിരുന്നു അല്ലേ ആദ്യത്തൊക്കെ പരസ്യം കാണാൻ. വാഷിംഗ് സോപ്പിൽ എനിക്ക് എപ്പോഴും ഈ ക്വസ്റ്റ്യൻ വയ്ക്കുമ്പോൾ ആ പരസ്യം ഓർമ്മ വരും. വാഷിംഗ് സോപ്പിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസസംയുക്തം ഏതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. 16ാമത്തെ ഗ്രൂപ്പിൽ ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം. 16ാമത്തെ ഗ്രൂപ്പില് ഏറ്റവും ക്രിയാശീലത കൂടിയ മൂലകം ഏതാണ്? ഓക്സിജൻ അല്ലേ? ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണെന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ. ദ്രവ്യവും ഊർജവും ഒരേ അസ്തിത്വത്തിന്റെ 2 ഭിന്ന രൂപങ്ങൾ മാത്രമാണ് എന്ന് സമർത്ഥിച്ച ശാസ്ത്രജ്ഞൻ ഐൻസ്റ്റീൻ. ഇത് ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. ന്യൂട്ടൺ എന്നത് എന്തളക്കാനുള്ള ഏകകമാണ്? ബലത്തിന്റെ അളവ്. സൂര്യന്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ്. വൈദ്യുത ചാർജുള്ള കണങ്ങളായി ദ്രവ്യം സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ് ഏതാണ്? പ്ലാസ്മാവസ്ഥ. അങ്ങനെ 80 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. എന്താണ് നിങ്ങളുടെ പഠന നിലവാരം ഒക്കെ ഒന്ന് താഴെ ഒന്ന് കമന്റ് ചെയ്യോ, ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് താഴെ കമന്റ് ചെയ്യോ, ഏകദേശം എത്ര കഴിഞ്ഞു എന്നോ, അല്ലെങ്കിൽ റിവിഷൻ ഇപ്പൊ 2-3 പ്രാവശ്യം റിവിഷൻ അടിച്ചു കഴിഞ്ഞു എന്നോ ഒക്കെ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാമല്ലോ. ഓരോരുത്തരുടെ പഠനം എന്താണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നന്നായിട്ട് പഠിക്കുക കേട്ടോ, നന്നായിട്ട് പഠിക്കുക. ഇനി നമ്മള് 2022 പറഞ്ഞിട്ടുണ്ടാവും ഈ വർഷം നമ്മുടേതാക്കണമെന്ന്. അതും നടന്നിട്ടുണ്ടാവില്ല.
2023 വിചാരിച്ചിട്ടുണ്ടാവും നമ്മളുടെ വർഷമാണ് ഇതെന്ന്, അതും വിചാരിച്ചു, അതും നടന്നിട്ടുണ്ടാവില്ല. 2024 വിചാരിച്ചു, 2024 ആക്കണം. ഇനി അത് ആക്കാതെ പോകരുത്. 2025 നമ്മുടേതാക്കാൻ மட்டுം നമ്മൾ നിൽക്കരുത്. 2024 നമ്മുടേതാക്കി മാറ്റാനായിട്ട് ശ്രമിക്കണം. എന്താണോ എവിടെയാണോ തെറ്റുപറ്റിയത് ആ തെറ്റുകളൊക്കെ തിരുത്തിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് ഇംഗ്ലീഷ്, കുറച്ച് മലയാളം, കുറച്ച് മാത്സ്, കുറച്ച് കറണ്ട് അഫെയർ ഒക്കെ ഡെയിലി പഠനത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡെയിലി ഓരോന്ന് വർക്കൗട്ട് ചെയ്യുക. GK ഒക്കെ ഏരിയ കണ്ടന്റ് എവിടെയാണോ മാർക്ക് കൂടുതലുള്ള ഭാഗങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. SCRT ഒക്കെ പഠിക്കുക. ആ കൂടുതൽ മാർക്കുള്ള ഭാഗങ്ങൾ വരുന്നത് നമുക്ക് പെട്ടെന്ന് പഠിച്ച മാർക്ക് സ്കോർ ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ ക്ലാസ് ആക്കിയിട്ട് ഇട്ട് തന്നിട്ടുണ്ട്. അതൊക്കെ പ്രയോജനപ്പെടുത്തിയിട്ട് മാർക്കാക്കി മാറ്റാനായിട്ട് ശ്രമിക്കുക. GK തന്നെ നമുക്ക് പരമാവധി മാർക്ക് സ്കോർ ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഇട്ട് തന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിച്ചു മാറ്റുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.